കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പം ഈ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസ് ഓക്കെ, ഇമ്പരേറ്റീവ് സെന്റൻസിലും അതേപോലെ നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസിലും എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ചേഞ്ച് ആവുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടൈം ആൻഡ് PSCയുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ രീതി, ഇമ്പരേറ്റീവ് സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം റിപ്പോർട്ടിംഗ് വെർബായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് എന്ത് മാറ്റം വരും, അതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ, അപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ടുള്ള സെഡ് അല്ലെങ്കിൽ സെഡ് ടു എങ്ങനെ മാറും, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന ഏതാണ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസിലാണെങ്കിൽ സെഡ് അല്ലെങ്കിൽ സെഡ് ടു എന്തായിട്ട് മാറും, ഒന്നുകിൽ റിക്വസ്റ്റഡ്, ഓക്കെ, റിക്വസ്റ്റഡ് അല്ലെങ്കിൽ ഓർഡേർഡ്, ഏതാണോ സെന്റൻസിന്റെ രീതി അതനുസരിച്ച് മാറ്റുക. ഓർഡർ ആണോ, റിക്വസ്റ്റ് ആണോ, അല്ലെങ്കിൽ കമാൻഡ് ആണോ, അതനുസരിച്ചാണ് മാറ്റേണ്ടത്. ഓക്കെ, കമാൻഡഡ്, അഡ്വൈസ്ഡ്, വാണ്ട്, ഓക്കെ, വാണ്ട്, ടോൾഡ്, ഈ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അവിടെ സെഡ് ടു അല്ലെങ്കിൽ സെഡിന് പകരം വരിക. അതായത് സെന്റൻസ് ചോദിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് ആണെന്ന് നോക്കുക. റിക്വസ്റ്റ് ആണോ, ഓർഡർ ആണോ, കമാൻഡ് ആണോ, അഡ്വൈസ് ആണോ, വാണിംഗ് ആണോ, അങ്ങനെ സാധാ പറയുന്നതാണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മളിവിടെ സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിനെ മാറ്റി. ഇതിന് പകരം ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വരിക. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് കണക്റ്റിംഗ് വേർഡ് ഏതാണ്. നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് എന്താ യൂസ് ചെയ്യേണ്ടത്, ടു ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കണക്റ്റിംഗ് വേർഡ് ആയിട്ട് എന്താ യൂസ് ചെയ്യേണ്ടത്, ടു ആണ് വരുന്നത്. എന്നാൽ ടുവിന് ശേഷം വരുന്ന വെർബിന് മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. ടു ആണ് വരുന്നത്, ടുവിന് ശേഷമുള്ള വെർബിനാണെങ്കിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നും പഠിച്ചു വെച്ചേക്കുക. ഇത്രയും അറിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യം, ഹി said to me, okay, he said to me, please give me a pen. okay, ഇതെന്താണ്, പ്ലീസ് ചെയ്തേക്കുവാണ്, ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ പ്ലീസ് ഗീവ് മീ ഒരു പെൻ എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പം നമുക്കിവിടെ മനസ്സിലായി ഇത് റിക്വസ്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എഴുതാം, ഹി സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് പകരം എന്താണ്, സെന്റൻസിന്റെ രീതി ഏതാണോ അതനുസരിച്ച് എഴുതണം. റിക്വസ്റ്റ് ആയതുകൊണ്ട് റിക്വസ്റ്റഡ്, ഓക്കെ, റിക്വസ്റ്റ് ആയതുകൊണ്ട് റിക്വസ്റ്റഡ് മീ എന്ന് എഴുതുക. ഇനി കണക്റ്റിംഗ് വേർഡ് ഏതാണ്, ടു ആണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലീസ് ഒഴിവാക്കണം കേട്ടോ. ഇങ്ങനെയുള്ള പ്ലീസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാ സെന്റൻസിലേക്ക് ആക്കുക, എന്നിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ്, ഗീവ് മീ എ പെൻ, ഗിവ് മീ എ പെൻ. അപ്പൊ അടുത്ത വെർബ് ഗിവ് ആണ്. അതിന് മാറ്റമുണ്ടോ, മാറ്റമില്ല. ടുവിന് ശേഷം വരുന്ന വെർബിന് മാറ്റമില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഇവിടെ V1 ആണെങ്കിൽ അടുത്ത V2 ആയിരുന്നു എഴുതുന്നത്. പക്ഷേ ഇമ്പരേറ്റീവ് സെന്റൻസിലാണെങ്കിൽ വെർബിന് മാറ്റം ഉണ്ടാകില്ല. ഓക്കെ, ഇനി മീ എന്തായിട്ട് മാറും, മീ എന്ന് പറയുമ്പോൾ ഹി ആയതുകൊണ്ട് ഹിം ആയിട്ട് മാറും. മീ ഹിം ആയിട്ട് മാറും. ടു ഗീവ് ഹിം എ പെൻ എന്നായിട്ടാണ് നമ്മുടെ സെന്റൻസ് മാറുക. അപ്പൊ എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, എന്താണ്, വെർബിന് മാറ്റം ഉണ്ടാകില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും വെർബ് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. പക്ഷെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വെർബ് മാറില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി, she said, okay, she said open the door, ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇതെന്താണ്, ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്ന റിക്വസ്റ്റ് ആണോ, ഓർഡർ ആണോ, വാർണിംഗ് ആണോ, എന്താണ്, ഓർഡർ ചെയ്യാണ്, തുറക്കാൻ അല്ലേ, ഓർഡർ ചെയ്യാണ്. അപ്പം നമ്മുടെ സെന്റൻസ് എന്തായിട്ട് മാറും, ഷീ. സെഡ് ആണെങ്കിലും സെഡ് ടു ആണെങ്കിലും എന്താണ്, സെന്റൻസിന്റെ രീതി അനുസരിച്ച് മാറ്റണം. അപ്പൊ ഇത് ഓർഡർ ആയതുകൊണ്ട് ഓർഡേർഡ് അല്ലേ, ഓർഡേർഡ്. ഓക്കെ, ഇവിടെ മീ എന്നോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ അവിടെ ഒന്നും കൊടുക്കണ്ട. ഇനി കണക്റ്റിംഗ് വേർഡ് കൊടുക്കുക. കണക്റ്റിംഗ് വേർഡ് ഏതാണ്, ടു ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, വെർബിന് മാറ്റമില്ല. ഓപ്പൺ അതേ കണക്കെടുത്ത് എഴുതാം. ഓപ്പൺ ദ ഡോർ. അവിടെ പ്രോനൗൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ വേറെ ഒന്നും മാറ്റണ്ട. നമുക്ക് എന്തു മാത്രമേ അറിയുള്ളൂ,
ഈ സെഡ് അല്ലെങ്കിൽ സെഡ് ടു മാത്രമേ മാറുകയുള്ളൂ. ഓക്കെ, അപ്പം കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസിൽ. ഇനി നമുക്ക് ഈ തന്നേക്കുന്ന സെന്റൻസിനകത്ത് ഡോണ്ട് എന്നോ ഒക്കെ വന്നാൽ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? അതായത് ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ്. ഓക്കെ, ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് ഡോണ്ട് ഷൗട്ട്. ഓക്കെ, ഡോണ്ട് ഷൗട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡോണ്ട് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇത് റിക്വസ്റ്റ് ആണ്. ടീച്ചർ റിക്വസ്റ്റ് ചെയ്യുവാണോ ഡോണ്ട് ഷൗട്ട് എന്നല്ല, ഇവിടെ എന്താണ്, ഓർഡർ ചെയ്യാണ് ടീച്ചർ. അപ്പം നമുക്ക് സെഡ് ടുവിനെ എന്താക്കി മാറ്റാം? ടീച്ചർ ഓർഡേർഡ് അല്ലേ, ഓർഡേർഡ് ദ സ്റ്റുഡൻസ്. വേറെ ഒന്നിനും മാറ്റമില്ല. ഓക്കെ, ഇനി നമ്മൾ ഡോണ്ട് വന്നാൽ എന്ത് വരും? ഡോണ്ട് വന്നാൽ ഡോണ്ട് എന്ന് പറയുന്നത് നോട്ട് ആയിട്ട് മാറും. ഇവിടെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത്, കണക്റ്റിംഗ് വേർഡ് എന്താണ്? നോട്ട് ആയിട്ട് മാറും കേട്ടോ. ടു എന്ന് പറയുന്നത് നോട്ട് ആയിട്ട് മാറും. നെഗറ്റീവ് ആണ് തന്നേക്കുന്ന സെന്റൻസ് എങ്കിൽ നമ്മുടെ കണക്റ്റിംഗ് വേർഡ് എന്തായിട്ട് മാറും? ടുവിന് പകരം നോട്ട് ടു എന്നായിട്ട് മാറും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഈ വരെ അവിടെ ഇല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് നോട്ട് ടു കൊടുക്കുക. ബാക്കി അതേ കണക്ക്. ബാക്കി അതേ കണക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോണ്ട് ആണ് നമ്മൾ മാറ്റിയത്. ഇനി അവിടെ ഷൗട്ട് മാത്രമേ ഉള്ളൂ. നോട്ട് ടു ഷൗട്ട്. എന്താണ്? ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് നോട്ട് ടു ഷൗട്ട് എന്നതാണ് നമ്മുടെ സെന്റൻസ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഓക്കെ, ആര് പറഞ്ഞു? ഹി സെഡ് ടു മീ. അതാ ഇങ്ങനെയും വരാം, നേരെ തിരിച്ചും വരാം. ഹി സെഡ് ടു മീ പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്നും പറയാം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ ഹി സെഡ് ടു മീ. എങ്ങനെ വന്നാലും അത് പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. ഓക്കെ, അപ്പം ഹി സെഡ് ടു മീ നമുക്കിവിടെയാണ് ആദ്യം നോക്കേണ്ടത്. ആദ്യം സെന്റൻസിന്റെ ടൈപ്പ് ഏതാന്ന് നോക്കുക. ഡോണ്ട് ഇറിറ്റേറ്റ് മീ, നമ്മൾ ഇതെന്താണ്? ഇതിന്റെ ഫ്രണ്ടിൽ പ്ലീസ് കിടക്കുമ്പോഴേ മനസ്സിലാക്കുക അതൊരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് എന്ന് പറഞ്ഞാൽ അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പം നമ്മുടെ സെന്റൻസ് ഇവിടെ സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് പകരം റിക്വസ്റ്റ് ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് അവസാനമല്ല, ആദ്യം തന്നെ എഴുതണം. ഹി റിക്വസ്റ്റഡ്. ഓക്കെ, റിക്വസ്റ്റഡ് ആരാണ്? മീ ആണ്. അപ്പം റിക്വസ്റ്റഡ് മീ. ഇനി നെഗറ്റീവ് സെന്റൻസ് അല്ലേ, ഡോണ്ട് വന്നു. അപ്പം നമ്മുടെ ടു എന്തായിട്ട് മാറും? നോട്ട് ടു ആയിട്ട് മാറും. ഓക്കെ, നോട്ട് ടു. അപ്പം അടുത്ത എന്താണ്? പ്ലീസ് ഒഴിവാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്ലീസ് ഒഴിവാക്കണം. ഡോണ്ടെന്ന് പകരം നമ്മൾ നോട്ടും എടുത്തു. ഇനി ബാക്കി ഇറിറ്റേറ്റ് മീനേ ഉള്ളൂ. അത് അതേ കണക്ക് എഴുതാം. ഇറിറ്റേറ്റ് മീ, വെർബിന് മാറ്റമൊന്നുമില്ല. അപ്പം ധൈര്യമായിട്ട് അതേ കണക്ക് എടുത്ത് എഴുതാം. അപ്പം നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെ വരും? ഹി റിക്വസ്റ്റഡ് മീ നോട്ട് ടു ഇറിറ്റേറ്റ് മീ ആണോ വരുന്നത്? മീക്ക് പകരം ഇവിടെ ആരാണ്? ഹി ആയതുകൊണ്ട് ഹിം എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പം ഹി റിക്വസ്റ്റഡ് മീ നോട്ട് ടു ഇറിറ്റേറ്റ് ഹിം എന്നതാണ് നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ നമ്മൾ സെഡ് അല്ലെങ്കിൽ സെഡ് ടു അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് എന്ത് മാറ്റം വരും? സെഡ് അല്ലെങ്കിൽ സെഡ് ടു എന്തായിട്ട് മാറും? സെഡ് അല്ലെങ്കിൽ സെഡ് ടു എക്സ്ക്ലൈംഡ്. എന്താണ്? എക്സ്ക്ലൈംഡ് എന്നായിട്ട് മാറും കേട്ടോ. അപ്പം എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയതുകൊണ്ട് സെഡ് അല്ലെങ്കിൽ സെഡ് ടു എന്തായിട്ട് മാറും? എക്സ്ക്ലൈംഡ് ആയിട്ട് മാറും. ഓക്കെ, ഇതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ എക്സ്ക്ലൈംഡ് എന്നാണ് എഴുതേണ്ടത്. ഇനി കണക്റ്റിംഗ് വേർഡ് ഏതാണ്? രണ്ടാമത്തത് കണക്റ്റിംഗ് വേർഡ് ഏതാണ് എന്ന് നോക്കുക. കണക്റ്റിംഗ് വേർഡ് ഏതാണ്? കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ് കേട്ടോ, ദാറ്റ്. അപ്പം നമ്മുടെ സാധാ സെന്റൻസിലും എക്സ്ക്ലമേറ്ററി സെന്റൻസിലും കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. ആ ഒരു കാര്യം മറക്കില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത് കണക്ക് തന്നെയാണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ നമ്മൾ സാധാ സെന്റൻസ് ആക്കിയിട്ട് അല്ലെങ്കിൽ സാധാ സ്റ്റേറ്റ്മെന്റ് ആക്കി വേണം റിപ്പോർട്ട് ചെയ്യാൻ. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ നേരത്തെ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ പ്ലീസ് ഒഴിവാക്കിയില്ലേ? റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ പ്ലീസ് ഒഴിവാക്കിയത് കണക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എഴുതുന്ന എക്സ്ക്ലമേഷൻ പറയുന്ന ചില വാക്കുകൾ, അതായത് ഓ അല്ലെങ്കിൽ അലാസ്
അല്ലെങ്കിൽ വൗ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങത്തില്ലേ, ഇങ്ങനെയുള്ള വാക്കുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, he said, okay, he said what a beautiful flower it is. Okay, what a beautiful flower it is. നമ്മളിവിടെ തെറ്റിദ്ധരിക്കും, വാട്ട് കണ്ടിട്ട് അത് WH ആണോ, WH ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട്. എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ അല്ല, അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇവിടെ ഒരു ചോദ്യമായിരുന്നു വന്നെങ്കിൽ എന്ത് അടിപൊളി പൂവാണിത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ അവസാനം കാണും. അപ്പൊ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇതെന്താണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താണ് പറഞ്ഞത്, സെഡ് അല്ലെങ്കിൽ സെഡ് ടു വന്നാൽ അത് എന്തായിട്ട് മാറും, എക്സ്ക്ലൈംഡ് ആയിട്ട് മാറും അല്ലെ, എക്സ്ക്ലൈംഡ് ആയിട്ട് മാറും. അപ്പൊ ഹി എക്സ്ക്ലൈംഡ്. ബാക്കി എന്താണ് കണക്റ്റിംഗ് വേർഡ്, ദാറ്റ് ആണ്. അപ്പൊ ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന സെന്റൻസിനെ സാധാ ഒരു സെന്റൻസ് ആക്കണം. ഓക്കെ, ഇറ്റ് ഈസ്, ഇതാണ് സബ്ജക്റ്റ്, ഇറ്റ് ഇത് വെർബ്, ബാക്കി എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഒബ്ജക്റ്റ്, വാട്ട് എന്ന് പറയുന്നത് അവിടെ അതിശയോക്തിയായിട്ട് കൊടുത്തേക്കുന്ന എക്സ്ക്ലമേറ്ററി വേർഡാണ്. അപ്പോൾ വാട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പം നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ് വരിക, ഞാൻ ഇവിടെ സെൻറ്റൻസ് ഒന്ന് റീഅറേഞ്ച് തരാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നതാണ് നമ്മുടെ നോർമൽ സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക. ഇതിനെയാണ് നമ്മൾ ഇനി കൺവേർട്ട് ചെയ്യേണ്ടത്. ആദ്യം ഈ തന്നേക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ നോർമൽ സെൻറ്റൻസിലേക്ക് ആക്കുക, അതിനുശേഷം കൺവേർട്ട് ചെയ്യുക. അപ്പം ഇറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഈസ് എന്തായിട്ട് മാറും, വാസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ വെർബിന് മാറ്റം ഉണ്ടല്ലോ അല്ലേ, വെർബിന് മാറ്റമുണ്ട്. ഇനി അടുത്ത എന്താണ്, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടെ വാട്ട് എ ബ്യൂട്ടിഫുൾ, അത്ര അടിപൊളി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ നോർമൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് പകരം എക്സ്ക്ലമേറ്ററി ആയതുകൊണ്ട് വെരി, ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓക്കെ ആവും. ഷീ സെഡ്, ഓക്കെ, ഷീ സെഡ് ഹൗ നൈസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം, ഇത് സെഡാണ്. സെഡിനെ റീപ്ലേസ് ചെയ്ത് എക്സ്ക്ലൈംഡ് എന്നാക്കണം അല്ലേ, എക്സ്ക്ലൈംഡ് എന്നാക്കണം. ഹൗ നൈസ് ഇറ്റ് ഈസ്, ഇത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കണം. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പോൾ എങ്ങനെ കിട്ടും, ഇറ്റ് ആണ് സബ്ജക്റ്റ്, ഈസ് ആണ് വെർബ്. ഓക്കെ, അപ്പോൾ ഹൗ നൈസ് എന്ന് പറയുന്നതിന് പകരം വെരി നൈസ്, ഇറ്റ് ഈസ് വെരി നൈസ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഹൗ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന എക്സ്ക്ലമേറ്ററിക്ക് പകരം നമ്മളവിടെ വെരി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇനി നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ഷീ എക്സ്ക്ലൈംഡ്, ഓക്കെ, ഷീ എക്സ്ക്ലൈംഡ്, എക്സ്ക്ലൈംഡ് എ ഐ ആണ്, എക്സ്ക്ലൈംഡ് ദാറ്റ് ആണ് നമ്മുടെ കണക്റ്റിംഗ് വേർഡ്. ഇനി നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റ് തന്നെയാണ്. ഈസ് എന്ന് പറഞ്ഞാൽ V1 ഫോം ആണ്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വാസ് ആയിട്ടുള്ള V2 ഫോമിലേക്ക് മാറും. വെരി നൈസ്, അത് അതേ കണക്ക് എഴുതാം. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് പകരം എന്ത് വരും, നമ്മുടെ എക്സ്ക്ലൈംഡ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ വരിക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ പറഞ്ഞത്, കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണം എഴുതാൻ. ആ തന്നേക്കുന്നതിനെ നമ്മൾ സാധാ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. നാലാമത്തെ കാര്യം, സെൻറ്റൻസിനകത്തുള്ള ഓ, അലാസ്, വൗ തുടങ്ങിയ നമ്മുടെ എന്താണ് ഈ എക്സ്ക്ലമേറ്ററി ആയിട്ട് പറയുന്ന ചില എക്സ്ക്ലമേറ്ററി വേർഡ്സിനെ ഒഴിവാക്കുക. അത് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കൺവേർട്ട് ചെയ്ത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണ് അവിടെ വെരി 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 എന്നുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ജോയിൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. അത്ര അടിപൊളി എന്ന് പറയുന്നതിന് സ്ഥാനത്ത് വെരി വെരി എന്ന് ആഡ് ചെയ്ത് കയറ്റുക. ഓക്കെ അല്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തെന്ന് പറയുന്നത്
എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ പലതരത്തിലുള്ള സെന്റൻസിൽ എങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ച് മാറുക അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗല്ല, നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ച്. ഓക്കെ, നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു നോർമൽ സെന്റൻസ് തന്നാൽ, അതായത് ഒരു സാധാ അസേർട്ടീവ് സെന്റൻസ് തന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു WH ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഒരു yes or no ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ ഇമ്പരേറ്റീവ് സെന്റൻസിനെയും എക്സ്ക്ലമേറ്ററി സെന്റൻസിനെയും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതായത് ഏത് ടൈപ്പ് സെന്റൻസ് വന്നാലും ഇപ്പം നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചു അല്ലേ? അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി മാക്സിമം പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.